നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ടോക്ക് ടൈമിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ ആങ്കർ ആൻഡ് മോണോ ആക്ടർ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. എന്താ പേര്? ശിവാനി. ഓക്കെ, എവിടുന്നാ വരുന്നത്? ഞാൻ കാലിക്കറ്റ് നിന്നാണ്. പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ ഫസ്റ്റ് MSc ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇന്റർസോൺ കലോത്സവത്തിലെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? തികച്ചും ഒരു പുതുമയുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ നാടകം ചെയ്യുമല്ലോ, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? പ്രൊവിഡൻസിലേക്ക് വന്നപ്പം പ്രൊവിഡൻസിന്റെ കലാപാരമ്പര്യത്തിൽ തന്നെ ഡ്രാമയ്ക്ക് ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്. അങ്ങനെ ഞാൻ ഡ്രാമയിലേക്ക് വന്നതാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആങ്കർ ആണല്ലോ, ബോത്ത് എങ്ങനെ ബാലൻസ് ചെയ്ത് പോയിരുന്നു? കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം തൊട്ടേ അഭിനയിക്കാറുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ TV റിയാലിറ്റി ഷോസിൽ ആങ്കറിങ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എത്തിയപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി, വളണ്ടിയേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മസ്റ്റ് സേ, ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈവൻ ആ എൻട്രൻസിലുള്ള ഡെക്കോർ ആണെങ്കിലും, നമ്മുടെ ഇപ്പോൾ ഈ ഒരു ടോക്ക് ടൈമിന്റെ ഈ ഒരു ഏരിയയിലുള്ള ഡെക്കറേഷൻ ആണെങ്കിലും നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് ഐക്യയുടെ 2.0 വരുന്ന ഒരു കലോത്സവമാണിത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് അവർ ഈ ഒരു പ്രാവശ്യം വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോ വേദിയിൽ കയറാൻ പോകുന്നത് കഥാപ്രസംഗത്തിനാണല്ലോ, എങ്ങനെയുണ്ടാവും ഒരു ഫീലിംഗ്? കഥാപ്രസംഗം ഇപ്പൊ ഞാൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്റ്റേജിൽ കയറും. പക്ഷെ അതിന്റെ ടെൻഷനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, എനിക്കിപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് തന്നെ പറയണമെന്നുണ്ട്. കഥാപ്രസംഗം ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ആണ്. പക്ഷേ സ്റ്റേജിലേക്ക് വരുമ്പം എനിക്ക് പിന്നണി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഓർക്കസ്ട്ര ചെയ്യാനായിട്ട് ഒരു ടീമുണ്ട്. അതില് ഹാർമോണിയം ഉൾപ്പെടെ തബല ഉൾപ്പെടെ പല ഇൻസ്ട്രുമെന്റ്സും വരുന്നുണ്ട്. 3 പേരാണ് സഹായികളായിട്ട് വരുന്നത്. അവർക്ക് ഗ്രേസ് മാർക്സ് ഇല്ല ആക്ച്വലി. പക്ഷെ അവർ നമുക്ക് നമ്മളോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു സർവീസ് എന്ന രീതിയിൽ നമ്മുടെ കൂടെ ഇത്രയും ദിവസങ്ങൾ എന്ന് പറയുന്നത് മാസങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചെടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിനെ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അത് തികച്ചും ഒരു വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അടുത്ത വർഷമെങ്കിലും ഈ ഒരു റൂളിൽ ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിൽ കഥാപ്രസംഗത്തിൽ പിന്നണി ചെയ്യുന്നവർക്കും കൂടി ഗ്രേസ് മാർക്സ് അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു റൂള് വരണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാ വേദിയിലും വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.